നമ്മളൊരു കക്ഷി രാഷ്ട്രീയം അല്ല ഇവിടെ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ അല്ല വോട്ടർമാരോട് ഈ സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. മറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ വോട്ട് ചെയ്യണം. അതായത് വോട്ട് എന്ന നമ്മുടെ അവകാശത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ട് പോലും മിസ്സാകാൻ പാടില്ല. അത് ജനാധിപത്യ പ്രക്രിയയിൽ വലിയൊരു ആയുധമാണ് വോട്ട്. അത് ഓരോ പൗരന്മാരും നിർവഹിച്ചിരിക്കണം. അപ്പൊ എനിക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ നിസ്സാര വിഷയത്തിന്റെ പേരിൽ, വിരുന്ന് പോയതിന്റെ പേരിൽ, അതുപോലെ ടൂറ് പോയതിന്റെ പേരിൽ, അങ്ങനെയൊക്കെയുള്ള സംഗതികളുടെ പേരിൽ വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത പലപ്പോഴും ആളുകൾക്കുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അത് ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെ വീട്ടിൽ വോട്ടവകാശമുള്ള എല്ലാവരെയും ഈ വോട്ടിന്റെ ദിവസം യാത്ര അനുവദിക്കാതിരിക്കുക, നിസ്സാര കാരണത്തിന്റെ പേരിൽ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഉദ്യോഗസ്ഥന്മാരെ കാര്യം പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ വോട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരുടെ വോട്ട് ഒരു പക്ഷെ അത് പിന്നെ ചെന്ന സമയത്ത് അതിന്റെ ബാലറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ പിന്നെ അതിന് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, പോട്ടെ എന്ന് വെക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊന്നും ശരിയല്ല. നമ്മൾ വോട്ട് ചെയ്യണം, അത് നമ്മുടെ ഒരു കടമയാണ്. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ. രണ്ടാമത്തെ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ രാജ്യത്തിന്റെ വികസനം, അടിസ്ഥാന വികസനം, നമ്മുടെ ക്ഷേമകാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പ്രധാനമാണ്. പക്ഷേ റോഡും പാലവും അതുപോലെ നമുക്ക് വിദ്യാഭ്യാസവും കൃഷിയും ആരോഗ്യവും എല്ലാം ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ എന്ന ഈ അസ്തിത്വം ഇവിടെ നിലനിൽക്കണം. മനുഷ്യന്മാരുടെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം. ആ അന്തരീക്ഷം നിലനിൽക്കാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വേറെ കുറെ റോഡ് ഉണ്ടായിട്ട് എന്താ കാര്യം, കുറെ പാലുണ്ടായിട്ട് എന്താ കാര്യം, കുറെ ബസ്സും ബസ് സ്റ്റാൻഡും ഉണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യന്മാർ തമ്മിൽ എപ്പോഴും കച്ചറയും ബഹളവും നായാട്ടുവാണെങ്കിൽ പിന്നെ എന്ത് സ്വസ്ഥതയാണ് ഈ വീടുകളിൽ ഉണ്ടാകുക, എന്താ അങ്ങാടികളിൽ ഉണ്ടാകുക, ഈ മെട്രോ പാർക്കുകളിൽ ഉണ്ടാവുക? എവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന ഈ വർഗീയത, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനങ്ങൾ, എഴുത്തുകൾ, പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, അത് നടത്തുന്നവരാരായിരുന്നാലും, അതിനോട് ചാരി നിൽക്കുന്നവരാരായിരുന്നാലും, അതിനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വന്ന് അതിനെ പല രീതിയിൽ ന്യായീകരിക്കുന്നവർ ആരായിരുന്നാലും അവരെ നിലക്ക് നിർത്താൻ ഈ ഘട്ടത്തിൽ കേരള സമൂഹം തയ്യാറാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാര്, എന്ത്, എങ്ങനെ എന്നത് ബുദ്ധിയുള്ള മനുഷ്യന്മാര് രാഷ്ട്രീയ കേരളത്തെ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കുക, ആ കാര്യം ചെയ്യുക. കാരണം നമ്മളെ തമ്മിൽ തെറ്റിക്കരുത്. ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മറ്റുള്ള ആളുകളെയും ഇവിടെയുള്ള സമാധാന ജീവിതവും സ്വൈര ജീവിതവും നശിപ്പിച്ച് ആ പരസ്പരം സംശയത്തിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭീതിയോടുകൂടി, ഒരു ഫോബിയോയോടുകൂടി കാണുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ, അത് ആഖ്യാനിക്കുന്ന മീഡിയ പ്രവർത്തകന്മാര്, അതുകൊണ്ട് ജീവിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതുകൊണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളുകൾ, ഇത്തരം സംഗതികൾ ഒരിക്കലും നമുക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ല. അത് ആര് ചെയ്താലും അത് തിരിച്ചറിയാൻ കേരള സമൂഹം തയ്യാറാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷനിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെയാണ്. മറ്റൊന്നെന്താന്ന് വെച്ചാല്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ അമിത് മാഷ് അത് വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതായത് ഇവിടെ ഒരു പിന്നെ BJPക്ക് ഒരു എൻട്രി കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ ആ ഒരു എൻട്രി വരാതിരിക്കാൻ അവർ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുപോലെ മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകൾ നല്ല പഠനം നടത്തി അവിടെ അവർക്ക് എൻട്രി വരാത്ത ഒരു സമീപനം എടുക്കേണ്ടതുണ്ട്. അത് ഒരു വികാരത്തിന്റെ പുറത്തല്ല എടുക്കേണ്ടത്, പഠനത്തിന്റെ പുറത്താണ്, അത് മനസ്സിലാക്കലിന്റെ പുറത്താണ്. ഒരിക്കലും മതേതര വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ട് അവർക്കൊരു എൻട്രി ലഭിക്കുക എന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യൻ നാടുകളിൽ കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ ഈ പരസ്പരം മനുഷ്യന്മാരെ തെറ്റിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. പിന്നെ ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾ ദുർബലപ്പെടുന്നതോടുകൂടി കേരളത്തിന്റെ സ്വഭാവം തകിടം മറിയും, അത് വലിയ ഭീതിയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതോടൊപ്പം എനിക്ക് അതിന്റെ മറുവശം കൂടി പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഈ പിന്നെ BJP വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എഡ്ജിൽ നിൽക്കുന്ന ഏതാനും മണ്ഡലങ്ങൾ ഉണ്ടല്ലോ കേരളത്തിൽ.
അവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളുടെ ഒരു മനോഭാവമുണ്ട്. അത് എനിക്ക് ഞാൻ കേരളത്തിന്റെ പല ജില്ലകളിലൂടെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തു. അപ്പൊ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഒക്കെ ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇവിടെ അവസ്ഥ, സാഹചര്യം എന്താണ്, ഇവിടെ ഒരു BJPക്ക് ഒരു എൻട്രി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒക്കെ ഓക്കെയാണ്. അപ്പൊ അതിന് നിങ്ങൾ ആവശ്യമായ ഒരു ശ്രമവും ശ്രദ്ധയും സമീപനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാൽ, അത് ഞങ്ങളെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ, ഇവിടെ ഒരു വർഗീയ ഗവൺമെന്റ് സംവിധാനം വരാതിരിക്കുക എന്നുള്ളത് എല്ലാവരും ഉത്തരവാദിത്തമില്ല, അതെല്ലാവരും ചെയ്യട്ടെ. ഇത് കല്യാണം വിളിക്കണ പോലെ എല്ലാവരും ഇങ്ങനെ പോയി വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതിന്റെ മറുവശം വീണ്ടും പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, അല്ല, ഇവിടെയുള്ള മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകള് ഇനി ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യുക? അവർ BJPക്ക് ഏതായാലും ചെയ്യൂലല്ലോ, ഓരോ വോട്ടൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇങ്ങനെയുള്ള ഒരു മനോഭാവം, ഇത് വളരെ അപകടകരമാണ്. അതാണ് നേരത്തെ അമിത് മാഷ് പറഞ്ഞത്, എന്ത് കുറെ കാലമായിട്ട് ഇവരാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് BJP വരുന്നുണ്ടേ BJP വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് പേടിപ്പിച്ച് അതിലൂടെ ഇവര് ജയിച്ചു പോകും. ജയിച്ചു പോയിട്ട് എന്ത് ചെയ്യൂല, ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടൂല, പലരെയും വിഷമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്, എന്നാൽ ഒരു BJPയെ പരീക്ഷിച്ചിട്ടെങ്കിലും ഇവരെ ഒന്ന് വഴിക്ക് വരുത്തണം എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം പല സ്ഥലത്തും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികൾ, പ്രബലമായ കക്ഷികൾ, പ്രത്യേകിച്ച് UDF LDF, അവര് ഗ്രാസ് റൂട്ടിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പാർട്ടിയുടെ മനോഭാവത്തെ കൃത്യമായി എഡിറ്റ് ചെയ്യണം. അത് എന്തായിരുന്നാലും, അത് BJP വരും എന്ന് പറഞ്ഞാണ്ട് പുലി വരുന്നേ എന്ന് പറഞ്ഞാണ്ട് കരഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്തോളും. പിന്നെ ആ ഒരു 5 കൊല്ലം ശരിയായ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാതെ പോയാൽ ഒന്നും ഇവിടെ സംഭവിക്കൂല, ജനങ്ങളെ കാര്യം കൺസേൺ ഒന്നും നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുള്ള ഒരു പോക്കുണ്ടല്ലോ, അത് അപകടമാണ്. അത് തിരിച്ചറിയണം. അത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം, അത് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തണം, അതോടൊപ്പം തന്നെ സമൂഹവും അത് തിരിച്ചറിയണം. അപ്പൊ അതുകൂടി ഇതിനോട് ചേർത്തി സൂചിപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇലക്ഷനിൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഒറ്റൊന്ന് വോട്ട് ചെയ്യാൻ നമ്മൾ മറക്കരുത്. അതേപോലെ തന്നെ സൗഹാർദ്ദത്തെ പോറലേൽപ്പിക്കുന്ന സമീപനങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ പിന്തുണക്കരുത്. ഒരിക്കലും കേരളത്തിൽ എന്താണ് വർഗീയതക്ക് വളം വെക്കുന്ന ഒരു സമീപനം, ഒരു ഭരണ സംവിധാനത്തിന് ഒരു സാഹചര്യം ഒരുങ്ങാതിരിക്കാൻ എല്ലാവരും എന്ത് ചെയ്യണം, പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.